ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന കഴിഞ്ഞ വർഷം പൂർത്തിയായി പുതിയ വർഷത്തിന്റെ ആദ്യ മാസവും പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഈ വീഡിയോയിലൂടെ 2024 എന്ന കഴിഞ്ഞ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മികച്ച വർഷത്തിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 20 സിനിമകളുടെ മലയാളം സിനിമകളുടെ പട്ടികയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായ മാർക്കോ, ഒപ്പം തന്നെ റൈഫിൾ ക്ലബ്ബ് എന്നീ സിനിമകൾ ഈ ജനുവരി മാസവും മികച്ച കളക്ഷൻ എടുത്ത് മുന്നേറുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഈ വർഷത്തിൽ ഇത്രയധികം വൈകിയത് എന്ന് പ്രത്യേകം ആദ്യം ഓർമ്മിപ്പിക്കട്ടെ. ഇതിൽ മാർക്കോയുടെ ഫൈനൽ കളക്ഷൻ ഇനിയും എത്തിയെന്ന് പറയാനായിട്ടില്ല. കൊറിയൻ റിലീസ് കൂടി സിനിമയ്ക്ക് ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ഇതിനിടയിൽ 2024 എന്ന മലയാളത്തിന്റെ മികച്ച വർഷത്തിൽ 1800 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനാണ് മലയാളം സിനിമകൾ നേടിയെടുത്തത്. കഴിഞ്ഞ വർഷത്തിന്റെ പകുതിയോടെ തന്നെ 1000 കോടിയിലേക്ക് മലയാള സിനിമ എത്തിയതാണ്. 2000 കോടി ടച്ച് ചെയ്യുമെന്ന് ഒരു സമയത്ത് തോന്നിപ്പിച്ചെങ്കിൽ പോലും രണ്ടാം പകുതിയിലെ ചില സിനിമകൾ നിരാശപ്പെടുത്തിയതും ചില സിനിമകൾ പോസിറ്റീവ് നേടിയെടുത്തിട്ട് വമ്പൻ കളക്ഷനിലേക്ക് എത്തപ്പെടാത്തതും 2000 കോടി ടച്ച് ചെയ്യാനാവാതെ പോയി. എന്തായാലും 1800 കോടി എന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു വർഷം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. ഇനി ഏറ്റവും ഉയർന്ന 20 സിനിമകളുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ സ്ഥാനത്ത് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ്. മലയാളത്തിന്റെ ചരിത്ര വിജയമായി മാറിയ സിനിമ 241 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ദ ബ്ലസ്സിയുടെ പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതമാണ്. 159 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് ഫഹദിന്റെ വലിയ തരംഗമായി മാറിയ കഴിഞ്ഞ വർഷത്തിലെ സിനിമ ആവേശമാണ്. 156 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. നാലാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ വലിയ ലാഭം ഉണ്ടാക്കിയ പ്രേമലു എന്ന സിനിമയാണ്. 135 കോടി 90 ലക്ഷമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അഞ്ചാം സ്ഥാനത്ത് ടൊവിനോ നായകനെത്തിയ പാൻ ഇന്ത്യൻ 3D സിനിമ ARM ആണ്. 106 കോടി 70 ലക്ഷത്തിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു സിനിമ ഫൈനലായിട്ട് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. അടുത്ത സ്ഥാനത്ത് 6ാം സ്ഥാനത്താണ് നിലവിൽ ഉണ്ണിയുടെ മാർക്കോ എന്ന സിനിമ എത്തി നിൽക്കുന്നത്. 103 കോടിയിലധികം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇനിയും സിനിമയുടെ കളക്ഷൻ ഫൈനൽ അല്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 7ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ഈ ലിസ്റ്റിൽ രണ്ടാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയാണത്. 90 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. 8ാം സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തിലെ മൾട്ടി സ്റ്റാർ സിനിമയാണ്. തിയേറ്ററുകളിലെ ആവേശത്തോടൊപ്പം തന്നെ തരംഗമായി മാറിയ സിനിമ 83 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 9ാം സ്ഥാനത്ത് ആസിഫ് അലി നായകനെത്തിയ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത കിഷ്കിന്ദ കാണ്ഡമാണ്. 77 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. 10ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലെ ആദ്യത്തെ മമ്മൂട്ടി ചിത്രം ടർബോയാണ്. 72 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. 11ാം സ്ഥാനത്ത് വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രമാണ്. അത് ഭ്രമയുഗം എന്ന സിനിമയാണ്. 58 കോടി 50 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. 12ാം സ്ഥാനത്ത് നസ്രിയ നായിക വേഷത്തിലെത്തിയ ബേസൽ കൂടി അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന സിനിമയാണ്. ചിത്രം 54 കോടി 20 ലക്ഷത്തിലധികം രൂപയാണ് വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. 13ാം സ്ഥാനത്ത് വാഴയാണ്. ചിത്രം 41 കോടി 70 ലക്ഷത്തിലധികം ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ വർഷത്തിലെ മികച്ച ലാഭം നേടിയെടുത്ത സിനിമയാണ്. 14ാം സ്ഥാനത്ത് അബ്രഹാം ഓസ്ലറാണ്. ജയറാം നായകനെത്തിയ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമ 40 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 15ാം സ്ഥാനത്ത് അമൽ നീരദിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബൊഗൈൻ വില്ലയാണ്. കുഞ്ചാക്കോ ബോബനോടൊപ്പം ഫഹദ് കൂടി അഭിനയിച്ച സിനിമ 37 കോടി 63 ലക്ഷത്തിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. 16ാം സ്ഥാനത്ത് ജോജു സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ പണിയാണ്. 37 കോടി 25 ലക്ഷത്തിലധികം ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിരുന്നു സിനിമ നേടിയെടുത്തത്. 17ാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്. കൂട്ടത്തിലെ ഒരേ ഒരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമ കൂടിയാണ് ഈ ടോപ്പ് 20 ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ. 30 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. 18ാം സ്ഥാനത്ത് ആഷിഖ് അബു സംവിധാനം ചെയ്ത ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ റൈഫിൾ ക്ലബ്ബാണ്. 29 കോടിയോളം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. 19ാം സ്ഥാനത്ത് ആസിഫ് അലിയുടെ തലവൻ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷത്തിലെ വിജയ സിനിമകളിൽ ഒന്നുകൂടി തലവൻ 24 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. 20ാം സ്ഥാനത്ത് വീണ്ടും ഒരു ബേസൽ ജോസഫ് സിനിമയാണ്. അത് നുണക്കുഴി എന്ന സിനിമയാണ്. 23 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ. അങ്ങനെ 2024 എന്ന കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ ഒരു നായക നടന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതമാണ്. അതേസമയം കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ലാഭങ്ങൾ നേടിയെടുത്തത് പ്രേമലു എന്ന സിനിമയാണ്. തൊട്ടു താഴെ കിഷ്കിന്റെ കാണ്ഡവുമുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ലിസ്റ്റ് ഈ വർഷത്തിലെ സിനിമകളെ കുറിച്ചും അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.